നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, നമ്മുടെ ടോൾ ബൂത്തിൻ്റെ ഈ ഭാഗം കണ്ടങ്ങൾ രണ്ടാമതൊരു റാഡ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഒന്നുള്ളതിന് അത് ആ ഒന്ന് കുറച്ചൊരു ബെൻഡിലാട്ടോ ലോഡ് വന്നപ്പം, അപ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ട് വേറൊരു റാഡും കൂടി അവിടെ കൊടുത്തിട്ട്. സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH66 ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായപ്പോൾ ഞാൻ കോഴിക്കോട് ജില്ലയിൽ നമ്മുടെ ടോൾ ബൂത്തിൻ്റെ അടുത്തായിട്ടുള്ളത് നമ്മുടെ പന്തീരങ്കാവിനും ലാൻഡ്മാർക്കിനടക്കായിട്ടുള്ള കൂർത്തുംപാറയിൽ വരുന്ന ടോൾ ബൂത്തിൻ്റെ അടുത്ത് വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മുടെ കോഴിക്കോട് വരുന്ന 2 ടോൾ ബൂത്തിൽ ഒന്ന് പ്രധാനപ്പെട്ട ടോൾ ബൂത്ത് ഇതാട്ടോ. ഒന്ന് വടകര ഭാഗത്താണ് വരുന്നത്, ഒന്ന് ഇവിടെയും. അത് കഴിഞ്ഞ് മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ ഭാഗത്ത്. അങ്ങനെ മൊത്തത്തിൽ കേരളത്തിൽ 10 ടോൾ ബൂത്തുകളാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടുത്തെ വർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇവിടെ ടോൾ ബൂത്ത് വരുന്നത് 2 ഭാഗമായിട്ടാട്ടോ. ഒന്ന് ഇതാ ഇവിടെ 3 ലൈനിൽ വരുന്നുണ്ട്, ഒന്നതാ അപ്പുറത്തേ കണ്ട. ഇത് നമ്മുടെ പഴയ നാടൻ സ്റ്റൈലിലാട്ടോ, ഓടുകളൊക്കെ ഓടിട്ട് വരുന്ന ആ സ്റ്റൈലുണ്ടല്ലോ. സംഭവം ഇത് ആ സെറാമിക്കിൻ്റെ ഓടാണ്. പിന്നെ എടാ 1, 2, 3, 4, 5 സെക്ഷൻ നല്ല സ്റ്റൈലാട്ടോ ടോൾ ബൂത്ത് വരുന്നുണ്ടോ. അപ്പോൾ ഇവിടെ 3 ഗ്യാപ്പായിട്ട് വരുന്നുണ്ട്. അതിൽ ഈ മൂന്നാമത്തെ ഭാഗം ഫസ്റ്റ് 2 സൈഡ് 3 സൈഡും ടോളിനുള്ള തന്നെ ആയിരിക്കുമോ. പക്ഷേ ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ബാക്കിയുള്ള ഭാഗം 2 വരി പാതക്കുള്ള വീതിയേ ഉള്ളൂ കേട്ടോ. 3 വരി ഒപ്പിക്കാൻ നമ്മളെ തൊണ്ടയാട് ബ്രിഡ്ജിൻ്റെ ഒക്കെ വീതിയേ വരുന്നുള്ളൂ. കഷ്ടിച്ച് 3 ലൈനാവും. പക്ഷെ എന്താണ് അവരങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. അപ്പോൾ ടോളായതുകൊണ്ട് ഇവിടെ സ്പേസ് കൂട്ടിയിട്ട് അവിടെ സ്പേസ് കുറച്ചോ അങ്ങനെ സംഭവിക്കാൻ പാടുണ്ടോ. ടോളിൽ നിന്ന് വരുന്നതിന് ശേഷം പിന്നെ സ്ലോല് അവിടുന്ന് കഴിച്ചിലാകുന്ന വാഹനങ്ങൾ അത്ര അങ്ങനെ വരുന്നതിനോട് പിന്നെ അവിടെ 2 വരിയിലേക്ക് ഇങ്ങനെ ചുരുങ്ങി പിന്നെ അവിടുന്ന് 3 വരിയിലേക്ക് പോകുന്ന രീതിയിലായിരിക്കില്ലേ ടോളിൻ്റെ അടുത്താണല്ലോ കൂടുതൽ വേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് 6 സെക്ഷനായിട്ടുള്ള ടോൾ വരുന്നുണ്ട്. 1, 2, 3, 4, 5, 6. പിന്നെ ഫാസ്ടാഗ് അതിലൊന്ന് പണം കൊടുത്തിട്ടുള്ളത്, ഒന്ന് ബാക്കിയൊക്കെ ഫാസ്ടാഗ് ആയിരിക്കും കേട്ടോ. 1, 2 പണം കൊടുത്തിട്ടുള്ളതുണ്ടാവും, ബാക്കിയൊക്കെ ഫാസ്ടാഗ്. അപ്പോൾ നമ്മുടെ ടോൾ ബൂത്തിൻ്റെ ടോൾ ഗേറ്റിൻ്റെ അടുത്തായിട്ട് ഫുള്ള് കോൺക്രീറ്റ് ആട്ടോ. 100 മീറ്റർ വിട്ടിട്ട് ഫുള്ള് കോൺക്രീറ്റ് ആണ്. ഇതാ ഇനി ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ സൂര്യൻ്റെ അടുത്ത് പോയാൽ തീരെ ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കോൺക്രീറ്റ് മെഷീനൊക്കെ അവിടെ പോയി ആ ഭാഗത്തേക്ക് കോൺക്രീറ്റ് ചെയ്യാൻ പോയോ. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് വീഡിയോ എടുക്കുന്നത്. ഇന്നും പണിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് ആ ഭാഗത്തേക്ക് തന്നെ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൽ വെള്ളത്തിൻ്റെ സൗകര്യം ഒക്കെ ഉണ്ടാവും കേട്ടോ. ഈ ടോൾ ബൂത്തിൻ്റെ മുകളിലായിട്ട് ചിലപ്പോൾ വെള്ളത്തിൻ്റെ സൗകര്യമൊക്കെ ഉണ്ട്. 2 കോയൽ കിണർ ഈ ടോൾ ബൂത്തിൻ്റെ അടുത്തായിട്ട് 2 കോയൽ കിണർ വെച്ചിട്ടുണ്ട് ഇതിൽ ഇവിടേക്കുള്ള ആവശ്യത്തിനായിട്ട്. ഈ ഭാഗം ഫുള്ള് കോൺക്രീറ്റ് കഴിഞ്ഞു കേട്ടോ. ഇതൊക്കെ രാത്രിയിലാണ് അവർ ചെയ്തത്. ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിന് മുമ്പ്. കോൺക്രീറ്റ് ചെയ്യുന്ന PQC ലെവലിംഗ് കോൺക്രീറ്റ് അത് നമ്മൾ അടിപൊളി മെഷീനിൽ ചെയ്യുന്നത്. ചിലപ്പോൾ ആ മെഷീൻ ആ തലക്കലുണ്ടാവും, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. പിന്നെ ഇവിടുത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് എന്തായി? സർവീസ് റോഡിൻ്റെ വർക്ക് ഡ്രെയിനേജൊക്കെ വാർത്ത് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാഹനത്തിന് 1 വേ പോകുന്നൊരു വീതിയിലേ ഉള്ളൂ കേട്ടോ. ഒരു 2 കാറ് കഷ്ടി പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വേറെ വലുതൊന്നും കയ്യില്ല കേട്ടോ. വളരെ വീതി പറഞ്ഞാണ്. ഇവിടെ ഞാൻ പറയുന്നത് കേട്ടു ഇനി കുറച്ചുകൂടി സ്ഥലം അങ്ങോട്ട് മാറ്റി എടുക്കുന്നുണ്ടെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വീതിയിൽ കൈകാര്യം ചെയ്യാം. പിന്നെ ഈ റോഡ് ഈ സർവീസ് റോഡ് ആണെന്നുണ്ടെങ്കിലേ പിന്നെ നമ്മളെ ആ ഭാഗത്തേക്ക് ആ പാലത്തിൻ്റെ 3ാമത്തെ പാലം സർവീസ് റോഡായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സർവീസ് റോഡ് എന്തായാലും വീതി വേണം കേട്ടോ. അപ്പം അവരതിനനുസരിച്ചിട്ടുള്ള സ്ഥലമെടുപ്പ് ആ ഭാഗത്തേക്ക് കുറച്ചുകൂടി സ്ഥലം എടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. എന്താണെന്നറിയില്ല. നമുക്ക് അടുത്ത ടോൾ ഗേറ്റിന് അങ്ങോട്ട് പോയി നോക്കട്ടോ. അപ്പം നമ്മൾ അണ്ടർപാസിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അണ്ടർപാസിൻ്റെ ഇങ്ങോട്ടായിട്ടാണ് നമ്മുടെ ആ കാണിച്ച ടോള് കഴിഞ്ഞ പാടാണ് കേട്ടോ നമ്മുടെ വെയിറ്റ് ബ്രിഡ്ജ് വരുന്നത് കേട്ടോ. വെയിറ്റ് ബ്രിഡ്ജ് നമ്മുടെ റോഡിൻ്റെ മുകളിൽ നിന്ന് കുറച്ചൊന്നോട്ട് കയറിയിട്ട് വേണം അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ. ടോള് കൊടുത്തതിന് ശേഷമുള്ള ഒരു വെയിറ്റ് വെക്കാന്ന് തോന്നുന്നു അല്ലേ.
ആ ഭാഗത്ത് അതുപോലെ ഇതുപോലുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടാവും കേട്ടോ. അവിടെ വർക്കൊക്കെ എന്തായി നോക്കാം നമുക്ക്. ഇവിടെയാണ് ഈ അണ്ടർപാസ് വരുന്നത്. ഇവിടെയാണ് കറക്റ്റ് ഇവിടെ ആയിട്ട് അണ്ടർപാസ് വരുന്നത്. അണ്ടർപാസിൻ്റെ വർക്കൊക്കെ ഫിനിഷാണ്. റെഡിമെയ്ഡ് ക്രാഷ് ബാരിയറൊക്കെ വെച്ചു. വർക്കൊക്കെ ഫിനിഷിങ്ങിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ നമ്മൾ ഈ ടോൾ ബൂത്തിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ഓഫീസുകൾ, അതുപോലെ റെസ്റ്റ് റൂമുകൾ, അങ്ങനത്തെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് റെസ്റ്റ് റൂം, ബാത്റൂമിൻ്റെ വർക്ക് എല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. ഫുള്ള് ഇവിടെ ഇതാ PQC കോൺക്രീറ്റ് ഇതാ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നൈറ്റിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ ഇവിടെ വർക്ക് ഉണ്ടാവുക. പണിക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഞായറാഴ്ച ഒന്നും ഒരു ഒഴിവില്ല കേട്ടോ. അതുപോലെ ഈ ഭാഗത്തുള്ള വേ ബ്രിഡ്ജ് അതാ അവിടെ ഇതാ. ഇവിടുത്തെ ഡിവൈഡറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞല്ലോ. ഫൈനൽ ഫിനിഷിങ് ഏരിയ കേട്ടോ. ഇതാ അപകട. ഈ ബാത്റൂമിൻ്റെ മുകളിലേക്ക് വെക്കാനുള്ളത് അതാ അവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പോൾ ഇവിടെ റോഡിൻ്റെ മുകളിൽ ചെയ്യുന്ന കോൺക്രീറ്റ് ഒരടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. സെറ്റപ്പ് കോൺക്രീറ്റ് ആണ്. ലെവൽ മാർക്ക് ചെയ്യാണ്. ഇന്ന് രാത്രി കോൺക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് തോന്നുന്നു. അതിനുള്ള മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലേ നമ്മുടെ NH ഈ വലിയ റോഡ് പണിയിലേ ഏറ്റവും റിസ്ക് പിടിച്ച ജോലിക്കാരൻ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഈ അളവ് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർക്ക് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഒരുപാട് റിസ്ക് ഉണ്ട്. റിസ്ക് അറിയണ്ടെങ്കിൽ ഒരുപാട് ഭാരം അവരുടെ മേലുണ്ട്. എനിക്കെല്ലാം സംശയമുണ്ട്. എന്ന് വെച്ചാൽ അളവ് നോക്കുക, കറക്റ്റ് റോഡിൻ്റെ അളവുകളെല്ലാം അവരുടെ കൈമ കൊടുത്തിട്ടാണ് ഓരോ ഏരിയയിലേക്കുള്ള ഫുള്ള് ഇവർ പോയിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുത്ത് പണിക്കാർ. പിന്നെ അത് എഞ്ചിനീയർമാർ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിനനുസരിച്ച് എഞ്ചിനീയർമാർ അത് ലെവൽ ചെയ്യിക്കാം. റിസ്ക് എന്ന് ഉദ്ദേശിച്ചാൽ ഞാൻ റിസ്ക് എന്ന് ഉദ്ദേശിച്ചത് ഭാരമുള്ള പണി എന്നല്ല. ഫുൾ അവർക്ക് തലക്ക് നല്ല റിസ്ക്കുള്ള വർക്കാണ് എന്തായാലും. അതൊക്കെ നമ്മളെ ബാത്റൂമിൻ്റെ മുകളിൽ വെക്കാനുള്ളതൊക്കെ ഇവിടെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ കോൺക്രീറ്റിൻ്റെ മെഷീൻ അത് അവിടെ ഉണ്ട്. ഈ ഭാഗത്ത് ടോൾ ബൂത്തിൻ്റെ വർക്കൊക്കെ ഏകദേശം ഫിനിഷിങ്ങിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോളേ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, നമ്മുടെ ടോൾ ബൂത്തിൻ്റെ ഈ ഭാഗം കണ്ടെങ്കിൽ രണ്ടാമതൊരു റാഡ് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ ഒന്നുള്ളതിന് അത് ആ ഒന്ന് കുറച്ചൊരു ബെൻഡിലാട്ടോ ലോഡ് വന്നപ്പം. അപ്പോൾ അതിനൊരു സപ്പോർട്ടായിട്ട് വേറൊരു റാഡും കൂടി അവിടെ കൊടുത്തിട്ട് സെറ്റപ്പ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു പോലീസുകാരനോട്, ഇവിടുത്തെ ട്രാഫിക് പോലീസിനോട് പറഞ്ഞിട്ടോ, അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ ഇവരെ കുറ്റം കണ്ടെത്തില്ല കേട്ടോ. ചിലപ്പോൾ അവരും കണ്ടിട്ടുണ്ടാവും വർക്കൊക്കെ. അപ്പോൾ ആ ട്രാഫിക് പോലീസിനോട് നമ്മൾ പറഞ്ഞപ്പോൾ അവർ എൻജിനീയറോട് പോയി സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം മാറ്റം വരുത്തിട്ടോ. ഞാൻ പറഞ്ഞിട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളാദ്യം കണ്ടിട്ടുണ്ടത് നമുക്ക്, ഞാൻ കൽപ്പണിക്കാരനായതുകൊണ്ടുണ്ടല്ലോ കൺമറി നമുക്ക് കുറച്ച് കൂടുതലാണ്. വളവുള്ളതൊക്കെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. ഈ ഭാഗമൊക്കെ കോൺക്രീറ്റൊക്കെ ഏകദേശം ഫിനിഷിങ് ആട്ടോ. ഇനി ഇവിടെ കുറച്ചുകൂടി റോഡൊക്കെ നല്ല പൊങ്ങാണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല താഴ്ചയിലുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ മണ്ണിട്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗം ഫുള്ള് വർക്ക് തീർത്തിട്ട് ഈ ഭാഗത്തു കൂടി വാഹനങ്ങളെ കടത്തി വിടണം. എന്നാലേ ബാക്കിയുള്ള അവിടുത്തെ വർക്കുകളൊക്കെ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നല്ല ബ്ലോക്കാണ്. ഇവിടെ വർക്ക് നടക്കുന്നതിന് കൊണ്ട് ആ തുറന്ന പാലം അവിടെ അടച്ചു. ഇപ്പം നമ്മളെ പഴയ പാലത്തിൻ്റെ മുകളിലോട്ടോ ഫുള്ള് യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള യാത്ര. അപ്പോൾ അതിനെന്ത് വേണം, ബാക്കോട്ട് തിരിച്ചാൽ ഫുള്ള് ക്ലിയർ പോയിട്ടോ. നമ്മുടെ ഈ ലൈന് മൊത്തം വർക്ക് തീർക്കണം. എന്നാലേ നമ്മുടെ ഈ റോഡിലെ ബ്ലോക്ക് പിന്നെ വലിയ ബ്ലോക്ക് ഉണ്ടാവില്ല കേട്ടോ. ഇതാണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ 3 വരി പാതിൻ്റെ ഉള്ളിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പോകും. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഈ ഭാഗത്തെ വർക്ക് കഴിഞ്ഞല്ലോ. ഇതുവരെ
അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ച് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഞായറാഴ്ച വൈകുന്നേരം ആയതുകൊണ്ട് തിരക്ക് എന്തായാലും കൂടും. ആളുകൾ വെറുതെ വെച്ച വണ്ടികളൊക്കെ എടുത്ത് ഇറങ്ങണ ദിവസമല്ലേ, എന്തായാലും വേണ്ടിയില്ല. അപ്പം സ്നേഹിതന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ടോൾ ബൂത്തിൻ്റെ അടുത്ത വിശേഷങ്ങൾ കേട്ടോ. കോഴിക്കോട് ടോൾ ബൂത്തിൻ്റെ അങ്ങനെ ടോള് കൊടുക്കാനൊക്കെ തയ്യാറായി ഇന്നോളി കേട്ടോ. ടോള് കൊടുക്കൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ട് മുതലേ വന്നു പോകുന്ന കാര്യമാണ് ടോൾ ബൂത്ത്, ടോൾ കൊടുക്കുന്ന പരിപാടി. റോഡ് ചെറുപ്പം മുതൽ മാങ്കാവ് ബൈപ്പാസിൽ നമ്മൾ പണ്ട് കണ്ടിരുന്നു. അതൊക്കെ അടുത്ത് ഒഴിവാക്കിയിട്ടോ. അവൾക്ക് കമ്പനിക്ക് അത് മുതലായപ്പം പിന്നെ അടുത്ത് ഒഴിവാക്കി. അതുപോലെ കുറേ കാലം കഴിഞ്ഞ് അടുത്ത് ഒഴിവാക്കിയിരിക്കും. എന്തായാലും സർക്കാരിനൊരു വരുമാനമല്ലേ, സർക്കാർ പൈസ ചിലവാക്കിയത് അതേപടി ടോളിലൂടെ അവരവരുടെ കയ്യിൽ എത്തിക്കും. അപ്പോൾ ഒരു വരുമാനമാണ്. ആ വരുമാനമുള്ള ഭാഗങ്ങളൊക്കെ ഫുള്ള് റോഡ് പണിയും ടോൾ ബൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സർക്കാരിനൊന്നും നോക്കാനില്ലല്ലേ, പിന്നെ ആ വരുമാനം കൊണ്ട് അങ്ങനെ കൈകാര്യമാക്കാം. അപ്പോൾ നമ്മൾ ടോൾ ബൂത്തിൻ്റെ പറഞ്ഞു വരുമ്പം, ടോൾ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് പറയുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കുറ്റം പറയുമെങ്കിൽ കൂടി വാഹനമായിട്ട് പോകുന്നവർക്ക് ടോള് കൊടുത്താലും ലാഭമാണെന്നേ പറയുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുറേ വളഞ്ഞ് തിരിഞ്ഞ് പോകുന്നതും ഈ ഗട്ടർ വെട്ടും കൊണ്ടൊക്കെ പോകുന്നതൊക്കെ, പിന്നെ മെയിൻ്റനൻസ്, പെട്രോൾ ലാഭം, ഇങ്ങനെ ഒരു ഗിയറിലെങ്ങനെ പോകാമല്ലോ. അത് ഗിയർ മാറ്റി കളിക്കുമ്പോൾ വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ വെട്ടുകൂടിയ പോകുമ്പോൾ അത് വേറെ, ബ്ലോക്ക് വേറെ ഒക്കെ കൂടിയായിട്ട് നോക്കുമ്പോൾ ടോള് ഇല്ല. ഇവിടുന്ന് ഇപ്പം നമ്മുടെ 10 ടോള് പറയുമ്പം കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ 2000 റുപ്യ ടോളിന് തന്നെ കാണേണ്ടി വരും അല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല സ്നേഹിതന്മാരെ, ഇതാണ് നമ്മുടെ കോഴിക്കോട് ടോൾ ബൂത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.